iOS 19 എന്ന് പറയുന്ന പേര് ഇനി നമുക്ക് മറക്കാം. കാരണം ആപ്പിൾ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള റീബ്രാൻഡിങ് ആണ് കൊണ്ടുവരാൻ പോകുന്നത്. ഇത് iOS മാത്രമല്ല, വാച്ചിനും മാക്കിനും വിഷനും എല്ലാ പുതിയ സോഫ്റ്റ്വെയറിനും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള അഴിച്ചുപണി ആപ്പിൾ ചെയ്യുന്നുണ്ട്. WW25 ഈ പറഞ്ഞ മൊത്തം ആർക്കിടെക്ചറും ആപ്പിൾ റീക്രിയേറ്റ് ചെയ്യുകയും അതേപോലെ ഒരു പുതിയ OS നമ്മുടെ കയ്യിലേക്ക് തരികയും ചെയ്യും. എന്തെന്നല്ലേ, ഇത് കംപ്ലീറ്റ് ആയിട്ട് പറയാം. അതിന് തൊട്ട് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പുവരുത്തുക. സോ ദിസ് ഇസ് ബിൻ സേഫിയ, വെൽക്കം ബാക്ക് ടു എവിക്ക. ഒന്നാമത്തെ കാര്യം, എന്തിനാണ് ഈ പറഞ്ഞ iOS 19 എന്ന പേര് മാറ്റാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് പേരിലേക്കാണ് iOS 19 മാറ്റാൻ പോകുന്നത്, എന്തുകൊണ്ട്, എന്തിന് എന്നിങ്ങനെ കുറേയധികം ചോദ്യങ്ങൾ ഇപ്പോൾ ഇന്റർനെറ്റിൽ വരുന്നുണ്ട്. ഈ പറയുന്ന കാര്യം പക്ക മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടാണ് ആപ്പിൾ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അത്രമാത്രം ഒരു ഹിറ്റായ ഒരു കാര്യമായിരുന്നില്ല. കുറേയധികം പ്രശ്നങ്ങൾ കാരണം ആപ്പിൾ ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന ഓപ്ഷൻ കുറച്ചധികം ഡിലേ ആക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനൊരു റീബ്രാൻഡിങ് iOS 19 എന്ന പേരിന് പകരം iOS 26 എന്ന പേരിലേക്കാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേഷൻ മാറ്റാൻ പോകുന്നതാണ് കിട്ടിയ റിപ്പോർട്ട്. എന്തുകൊണ്ട് 26? ഇത് iOSൽ മാത്രമാണോ? അല്ല, വാച്ചിലായാലും മാക്കിലായാലും TV ആയാലും എല്ലാ സോഫ്റ്റ്വെയർസിലും ആപ്പിൾ ഇനി കൊണ്ടുവരാൻ പോകുന്നത് 26 എന്ന് പറഞ്ഞ ഈ ഒരു പേരാണ്. കാരണം ഈ പറയുന്ന ഐഫോണിലാണ് iOS 19 എന്ന അപ്ഡേഷൻ വരാൻ പോകുന്നത്. പക്ഷേ വാച്ചിലോ WatchOS 13, മാക്കിലോ macOS 16, TVയിൽ tvOS 19, ഇങ്ങനെ ഓരോ സോഫ്റ്റ്വെയറിനും പല പല നമ്പേഴ്സിലാണ് ഇപ്പോഴും അപ്ഡേഷൻസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോമൺ മാൻ അല്ലെങ്കിൽ ഈ പറയുന്ന ടെക് അത്രമാത്രം ഫോളോ ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ കൂടുതലും അവർ ഉപയോഗിക്കാൻ പോകുന്ന ഡിവൈസ് ഐഫോൺ ആയിരിക്കും. സോ iOS 19 ആ ഒരു വ്യക്തി കണക്കൂട്ടാൻ പോകുന്നത് iOS 19, tvOS 19, WatchOS 19, ഈ പറയുന്ന macOS 19 എന്നിങ്ങനെയായിരിക്കും സെർച്ച് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ macOS 16, macOS 15, WatchOS 13 എന്നിങ്ങനെ സെർച്ച് ചെയ്യില്ല. കൂടുതലും അവർ ഫോക്കസ് ചെയ്യുന്നത് ഈ പറഞ്ഞ iOS 19 ആയതുകൊണ്ട് ബാക്കി എല്ലാം ആ പറയുന്ന 19 എന്നുള്ള പേരിൽ തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കും. അതൊരു മൈൻഡ് ഗെയിം ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു കൺഫ്യൂഷനാണ്. ആ ഒരു കൺഫ്യൂഷൻ കൂടെ ആപ്പിൾ മാറ്റാൻ വേണ്ടിയാണ് iOS 26, WatchOS 26 എന്നിങ്ങനെ ത്രൂ ഔട്ട് എല്ലാ പ്ലാറ്റ്ഫോമിലും 26 എന്ന് പറഞ്ഞ പേര് കൊടുക്കാൻ പോകുന്നത്. അതോടൊപ്പം എന്തുകൊണ്ട് 26? 2025 എന്തിനാണ് 26 എന്നുള്ള ഡൗട്ടും പിന്നെ വന്നില്ലേ. അവിടെയും ആപ്പിൾ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ 2025 അവസാനം, അതായത് സെപ്റ്റംബർ ടൈം ആകുമ്പോഴാണ് ഒഫീഷ്യൽ അപ്ഡേഷൻ, അതായത് iOS 26 അല്ലെങ്കിൽ iOS 19 എന്ന് പറഞ്ഞ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഏത് സെപ്റ്റംബറിൽ. പിന്നെ ആ ഒരു വർഷം തീരാനായിട്ട് ഈ പറഞ്ഞ ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസമാണ് ബാക്കിയുള്ളത്. ആ ഒരു 3 മാസം കഴിഞ്ഞാൽ പിന്നെ 2026 2026 9 മാസം കഴിഞ്ഞാൽ, അതായത് ഈ പറഞ്ഞ സെപ്റ്റംബർ എത്തണമെങ്കിൽ 9 മാസം കഴിഞ്ഞാലാണ് 2026 പുതിയൊരു അപ്ഡേഷൻ വരികയുള്ളൂ. സോ ആ ഒരു 9 മാസവും iOS 25 എന്ന പേര് 2026 യൂസ് ചെയ്യുമ്പോഴും ഒരു ഔട്ട്ഡേറ്റഡ് ഫീലിംഗ് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ഔട്ട്ഡേറ്റഡ് ഫീലിംഗ് വരാതിരിക്കാനും കൂടെയാണ് 2026 വരാൻ പോകുന്ന അപ്ഡേഷൻ, അല്ലെങ്കിൽ 2026 ഫ്രഷ് ആയിട്ട് കൊണ്ടുവരുന്ന അപ്ഡേഷനുള്ള ഫീൽ കിട്ടാൻ വേണ്ടി iOS 26 എന്ന് പറഞ്ഞൊരു പേര് ആപ്പിൾ അഡോപ്റ്റ് ചെയ്തത്. സോ ഈ രണ്ട് കാര്യങ്ങളാണ് മേജറായിട്ട് വരുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതോടൊപ്പം ഇതിൽ എന്താണ് ഇത്രയും വലിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ, മാക് മിനി M4 വന്നപ്പോൾ അതിൻ്റെ താഴെയായിരുന്നു നമുക്ക് ഈ പറഞ്ഞ പവർ ബട്ടൺ വന്നത്. അതോടൊപ്പം മാജിക് മൗസിൻ്റെ താഴത്താണ് ഈ പറഞ്ഞ ചാർജിങ്ങിൻ്റെ സ്ലോട്ട് വരുന്നത്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു നെഗറ്റീവായിട്ടാണ് ആൾക്കാർ കാണുന്നതെങ്കിലും പബ്ലിസിറ്റിക്കും അതോടൊപ്പം ടെക് എന്തൂസിയാസ്റ്റിനും ഇത് വലിയൊരു പ്രമോഷൻ തന്നെയാണ്. മനസ്സിലായോ? ഈ ഒരു നെഗറ്റിവിറ്റി ത്രൂ ഔട്ട് ഇൻ്റർനെറ്റിൽ പടരും. ഈ പറഞ്ഞ ട്വിറ്റർ ആയിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ട്വിറ്റർ ആയിക്കോട്ടെ, റെഡിറ്റ് ആയിക്കോട്ടെ, എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും നെഗറ്റിവിറ്റി എന്നുള്ള പേരിലാണെങ്കിൽ ഇപ്പോഴും നല്ല രീതിക്ക് ഷെയർ ആവും. സോ ആപ്പിളിന് അവരുടെ പ്രൊഡക്റ്റ് മാക്സിമം ആൾക്കാരുടെ അടുത്ത് എത്തിക്കണം എന്നാണുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു നെഗറ്റിവിറ്റി കണ്ടുപിടിക്കണമെങ്കിലും ആ ഒരു പ്രൊഡക്റ്റ് ആൾക്കാർ നോക്കും. സോ ആ ഒരു പ്രൊഡക്റ്റ് നോക്കുമ്പോൾ മാക്സിമം ആൾക്കാർ ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റി അറിയുന്നുണ്ട്. മനസ്സിലായോ? അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അതേപോലെ തന്നെ ചിലപ്പോൾ 2026 അല്ലെങ്കിൽ iOS 26 എന്നുള്ള പേര് മേ ബി വരില്ലായിരിക്കാം.
അല്ലെങ്കിൽ iOS 19 എന്ന പേര് തന്നെയായിരിക്കാം വരാൻ പോകുന്നത്. ആ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച്, വലിയൊരു നെയിം ചേഞ്ച് എന്തിന് എന്നുള്ളൊരു ഡൗട്ടിന് വേണ്ടി എല്ലാവരും ആപ്പിളിൻ്റെ ഈ ഒരു ഇവൻ്റ് നോക്കും. അതോടൊപ്പം ഈ ഒരു ഇവൻറ്റിന് ശേഷമുള്ള കാര്യങ്ങളും ആൾക്കാർ റെഫർ ചെയ്യും. സോ ആ ഒരു നെഗറ്റിവിറ്റിയിലൂടെ തന്നെ നല്ല രീതിക്കുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ആപ്പിൾ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. നമുക്ക് തന്നെ അറിയാം, ഓരോ ബിസിനസ്സിനും നമ്മൾ ഇത്രമാത്രം ചിന്തിക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഈ പറഞ്ഞ 3 ട്രില്യൺ കമ്പനി ആയിട്ടുള്ള ആപ്പിൾ എന്തൊരു കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അത്രേ ഉള്ളൂ. സോ ഇത് ഒരു പക്ക മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടാണ് ആപ്പിൾ ഇപ്പോൾ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് WW25ൻ്റെ ഒഫീഷ്യൽ തീമും പോസ്റ്ററും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പോസ്റ്ററിൽ നമുക്ക് ഒരു സ്ലീക്ക് പീക്ക് എന്നാണ് പേര് കൊടുക്കുന്നത്. സ്ലീക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു പോളിഷ്ഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ തിൻ എന്നിങ്ങനെ കുറേ അധികം വേർഡ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ അധികം എന്താ പറയുക മീനിങ് ഉണ്ട്. ആപ്പിളിൻ്റെ തൊട്ട് മുമ്പ്, അതായത് ഈ പറഞ്ഞ 2025 ഇവൻറ്റിൽ തന്നെ വേറൊരു കോട്ടും കൊടുത്തായിരുന്നു, ഓൺ ദ ഹൊറൈസൺ എന്ന്. ആ ഒരു വീഡിയോയിൽ, ബ്രേക്ക് ഡൗണിൻ്റെ വീഡിയോയിലും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഡീറ്റെയിലിങ്ങിൻ്റെ ബ്രേക്ക് ഡൗൺ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഓൺ ദ ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സണ്ണ് റൈസ് ചെയ്യുകയും അല്ലെങ്കിൽ സെറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഈ പറയുന്ന സൂര്യൻ അസ്തമിക്കുകയും അതേപോലെ ഉയരുകയും ചെയ്യുന്ന ആ ഒരു സമയത്തിൻ്റെ പകുതിയാണ് ഓൺ ദ ഹൊറൈസൺ എന്ന് പറയുന്നത്. സോ അത് സൺ എന്ന് പറഞ്ഞ സർക്കിളാണ്, അതുകൊണ്ട് തന്നെ ഒരു റൗണ്ട് ഷേപ്പ് ഐക്കണായിരിക്കും വരാൻ പോകുന്നത്. കുറേ അധികം റിപ്പോർട്ട് പറയുന്നത് ഒരു സ്ക്വയറിഷ് റൗണ്ട് ആയിരിക്കും എന്നാണ്, പക്ഷെ അത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നെങ്കിൽ ഒരു പ്രോപ്പർ റൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന അതേ സെയിം ഐക്കണിൻ്റെ ആ ഒരു ഷേപ്പും അതോടൊപ്പം കുറേ ഐക്കൺസിന് മാറ്റങ്ങൾ വരാനാണ് ചാൻസ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഒരു റൗണ്ട് ഐക്കൺ തന്നെയായിരിക്കും. അതോടൊപ്പം വിഷൻ OSൻ്റെ ആ ഒരു ഗ്ലോസി ഗ്ലാസ് ഫിനിഷ്, ആ ഒരു ട്രാൻസ്ലൂസൻറ്റും ആ ഒരു ഷാഡോയും എല്ലാം കൊണ്ട് നല്ല ഇൻഡെപ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് റീഡിസൈൻഡ് iOS നമുക്ക് കാണാൻ പറ്റും. iOS 7 ശേഷം മാറാൻ പോകുന്ന ഒരു വലിയ മാറ്റം ഈ ഒരു അപ്ഡേഷൻ ഉണ്ടാവും. അതോടൊപ്പം iOS മാത്രമല്ല മാറാൻ പോകുന്നത്, tvOSഉം macOSഉം watchOSഉം എല്ലാ കാര്യങ്ങളും ഈ ഒരു അപ്ഡേഷനിൽ മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ മേ ബി ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് ഒരു പുതിയ പ്രൊഡക്റ്റും വരാൻ ചാൻസ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ഹോം പാഡ്. ഹോമിൻ്റെ എല്ലാ സെക്യൂരിറ്റിയും സ്മാർട്ട് ആക്സസറീസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ഹോം പോഡും ഒരു 7 ഇഞ്ചിൻ്റെ സ്ക്രീൻ വരുന്ന ഒരു ഡിവൈസും അതിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ഡിവൈസിന് വേണ്ടി ഒരു ഹോം OS എന്നുള്ള പേരിൽ തന്നെ ഒരു പുതിയ സോഫ്റ്റ്വെയറും ആപ്പിൾ റിലീസ് ചെയ്യും. സോ ആ ഒരു സോഫ്റ്റ്വെയറിന് എന്ത് പേരിലേക്ക് അറിയാൻ പോകുന്നത്? ഹോം പോഡ് OS അല്ലെങ്കിൽ HomeOS 26 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വരാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്നെ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യാം. ഇതേപോലുള്ള കുറേയധികം പുതിയ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ കുറേയധികം പുതിയ കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി എന്നും വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ബ്രോഡ്കാസ്റ്റ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കിട്ടും. ടെലിഗ്രാം ചാനലുണ്ട്, അവിടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഈസ് എവിൻ സേവ്യ സൈനിങ് ഫ്രം എവിക.